ഹലോ എവരിബഡി. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെട്രീസസ്. ആ മെട്രീസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് ഐഡിയ പറഞ്ഞുതരാം. കാരണം പ്ലസ് ടുവിന് പഠിക്കുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മെട്രീസസ്. അപ്പോൾ മെട്രീസസിൻ്റെ ഒരു ചെറിയ ഐഡിയ നമുക്ക് പഠിക്കാം. മെട്രീസസ് ചാപ്റ്റർ 3 ആണ്. പ്ലസ് ടുവിന് പഠിക്കുന്ന 3rd ചാപ്റ്ററാണ് മെട്രീസസ്. അപ്പം മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? മെട്രിക്സ് ഇതിൻ്റെ പ്ലൂറലാണ് മെട്രീസസ്. മെട്രിക്സ് എന്ന് വെച്ചാൽ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ റെക്ടാങ്കിൾ ബോക്സിനകത്ത് നമ്പേഴ്സിനെയോ ഫങ്ഷൻസിനെയോ വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1 2 3 -1 0 1. അപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്. റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കി, ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 റോസ് ഉണ്ട്. എത്ര കോളം ഉണ്ട്? 1 2 3 3 കോളം ഉണ്ട്. അപ്പം നമ്മൾ ഇങ്ങനൊരു മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ എഴുതുന്നത് എത്ര റോ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2 ആണ്. എത്ര കോളം ഉണ്ട്? 3 ആണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. വായിക്കുന്നത് 2/3 മെട്രിക്സ്. അപ്പം ഇതൊരു 2/3 മെട്രിക്സ് ആണ്. അപ്പം നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഈ മെട്രിക്സ് ഈക്വൽ ടു നമുക്ക് ക്യാപിറ്റൽ എ എന്ന് വിളിക്കാം. ഇതിലെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ എലമെന്റ്സ് ഓഫ് മെട്രിക്സ് എന്ന് വിളിക്കും. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നമ്പർ അല്ല തരുന്നതെങ്കിൽ നമ്മൾ സ്മോൾ ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, എലമെന്റ്സിനെ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നു, അത് സ്മോൾ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിന് ഒറ്റ ഒരു റോയേ ഉള്ളൂ എങ്കിൽ, ഫോർ എക്സാമ്പിൾ A = 1 2 3 4. ഇതിൻ്റെ ഓർഡർ എന്താ? എത്ര റോ ഉണ്ട്? 1. എത്ര കോളം ഉണ്ട്? 4. അപ്പം ഒരു റോയേ ഉള്ളൂ, ഒറ്റ റോയേ ഉള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. ഇനി ഒരു മെട്രിക്സിന് ഒറ്റ ഒരു കോളമേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ കോളം മെട്രിക്സ് എന്ന് വിളിക്കും. ഇനി ഒരു മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മെട്രിക്സ് B = 1 2 3 4. 2 റോയും 2 കോളമാണ്. അപ്പം നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഇനി ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ നമ്മൾ സീറോ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. സീറോ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? എല്ലാ എലമെന്റ്സും 0. മനസ്സിലായോ? അടുത്തതായിട്ട് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഇങ്ങനെ കാണുന്നതിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ആ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണെങ്കിൽ, ഇപ്പം നോക്കി, ഒരു 2/2 മെട്രിക്സ് അല്ലേ, ഇതിന്റെ ഡയഗണൽ എല്ലാം 1 ആണ്, ബാക്കിയുള്ളതെല്ലാം 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നു. Identity matrix is a square matrix in which the diagonal elements are 1 and the rest are 0. സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കണം, ബാക്കിയുള്ള എലമെന്റ്സ് 0 ആണെങ്കിൽ നമ്മൾ അതിനെ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ, ഇപ്പം ഇവിടെ 1 ആണ്, ഇപ്പം 10 ആണെന്ന് വിചാരിച്ചു, അപ്പം നമ്മൾ അതിനെ സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ നമ്മൾ സ്കെയിലാർ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഈ ഫോമിലുള്ള മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്തെന്ന് മനസ്സിലായോ? ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ ഡയഗണൽസ് നോൺ സീറോ, ബാക്കിയെല്ലാം 0. മനസ്സിലായോ? ഡയഗണൽ ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം 0 ആണെങ്കിൽ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നു. ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എല്ലാം 1 ആകുമ്പോൾ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്നും,
ഡയഗണൽ മെട്രിക്സിന്റെ ഡയഗണൽ എല്ലാം ഒരു പർട്ടിക്കുലർ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലാർ മെട്രിക്സ് എന്നും വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴും, ഫോർ എക്സാമ്പിൾ ABCD ഇതൊരു മെട്രിക്സ് ആണ്. A എന്ന് പറഞ്ഞ മെട്രിക്സ്, B എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 4 ആണ്. അപ്പൊ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയും. A ഈക്വൽ ടു B എന്ന് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആവണം. അപ്പം A ഈക്വൽ 1 ആവണം, B ഈക്വൽ 2 ആവണം, C ഈക്വൽ 3 ആവണം, D ഈക്വൽ ടു 4 ആവണം. ഇത്രയും മൊത്തം ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയത്തുള്ളൂ. ഇനി രണ്ട് മെട്രിക്സ് എങ്ങനെ ആഡ് ചെയ്യണം? രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ചോദിക്കുകയാണെങ്കിൽ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ആദ്യം അത് ചെക്ക് ചെയ്യണം. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ചോദിക്കുകയാണെങ്കിൽ ആ രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു 2/3 മെട്രിക്സും വേറൊരു 2/3 മെട്രിക്സും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 2/3 മെട്രിക്സും ഒരു 1/5 മെട്രിക്സും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. ഇത് 2/2 മെട്രിക്സ് ആണ്, ഇതൊരു 2/2 മെട്രിക്സ് ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന വെച്ചാൽ A + B ഈക്വൽ ടു എന്താ ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യണം. A 1 അപ്പോൾ A + 1, B 2 B + 2, C + 3 D + 4. അപ്പം ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. സബ്ട്രാക്ട് ചെയ്യുന്നത് എന്താണ്? മൈനസ് ഇട്ട് ഇതുപോലെ തന്നെ മൈനസ് ഇട്ടാണ്. ഇങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി രണ്ട് മെട്രിക്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കണേ, 1 2 3 4 5 6 ഇതിൻ്റെ ഓർഡർ എന്താണ്? 2/3. മെട്രിക്സ് A. മെട്രിക്സ് B എന്ന് പറയുന്നത് 1 -1 4 0 1 1 1 1 1 മെട്രിക്സ്. ഇതിൻ്റെ ഓർഡർ എന്താണ്? 3/3. കണ്ടോ? ഓർഡർ സെയിം ആകണമെന്നില്ല. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഓർഡറിന് പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ കോളവും ഇവിടുത്തെ റോയും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ A × B ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? A × B ചോദിക്കുകയാണെങ്കിൽ എയുടെ കോളവും ബിയുടെ റോയും ആ നമ്പേഴ്സ് സെയിം ആയിരിക്കണം. B × A ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബിയുടെ കോളം എന്തുവാ? 3, എയുടെ റോ എന്തുവാ? 2. ഈക്വൽ അല്ല. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും ആ നമ്പർ സെയിം ആയിരിക്കും. മനസ്സിലായോ? ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് A × B എന്താന്ന് നോക്കാം. A × B ചെയ്യുന്നത് എങ്ങനെ നോക്കിയാൽ, ഇവിടെ ഈ റോ എടുക്കും, ഈ കോളം എടുക്കും. അങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ നോക്കി, 1 × 1 ഈ റോയും ഈ കോളവും നമ്മൾ ആദ്യം ചെയ്യും. അത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ എലമെന്റ്. അപ്പോൾ നോക്കി, 1 × 1 1, 2 × -1 -2, 3 × 4 12. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ എലമെന്റ്. രണ്ടാമത്തെ എലമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ റോയും ഈ കോളവുമാണ് എടുക്കുന്നത്. അപ്പോൾ എന്താണ്? 1 × 0 0, 2 × 1 2, 3 × 1 3. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ എലമെന്റ്. മൂന്നാമത്തെ എലമെന്റ് എന്തോ? ഇതും ഈ കോളവും. അപ്പോൾ എന്താണ്? 1 × 1 1, 2 × 1 2, 3 × 1 3. അപ്പോൾ ഇതാണ് എന്താ? ഇവിടുത്തെ മെമ്പർ. ഇനി അടുത്ത എന്താ? ഈ മെമ്പർ കിട്ടാൻ വേണ്ടി ഈ റോയും ആദ്യത്തെ കോളം 4 × 1 4, 5 × -1 -5, 6 × 4 24. ഇതാണ് ഇവിടുത്തെ. ഇനി അടുത്ത എന്താ? 0 5 6. അടുത്ത എന്തോ? 4 5 6. ഇതെന്തോ?
11 5 6 23 11 മൈനസ്. ഇനി ഒരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ആയത് 1 2 3 4 5 6. ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഈ റോയെ നമ്മൾ കോളമായിട്ട് എഴുതും. ഇപ്പം 1 2 3 ഈ റോയെ നമ്മൾ കോളമായിട്ട് എഴുതും. അപ്പോൾ 4 5 6. അപ്പം നോക്കി റോ എല്ലാം കോളമായിട്ട് വരും. അപ്പോൾ കോളം അല്ല എന്ത് റോ ആയിട്ട് വരും കേട്ടോ. ഈ കോളം അല്ലേ ഇവിടെ റോ ആയിട്ട്. അപ്പോൾ അതാണ് ട്രാൻസ്പോസ്. മനസ്സിലായോ? അതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ്. ഇനി രണ്ട് ടൈപ്പ് മെട്രിക്സിനെ കുറിച്ച് നമുക്ക് പറയാം. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. സിമെട്രിക്, സ്ക്യൂ സിമെട്രിക്. സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ സിമെട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എയുടെ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 1 2 2 3. ഇപ്പോൾ എ ട്രാൻസ്പോസ് എന്താ? ഈ റോ കോളം. അപ്പം 1 2 ഈ റോ കോളം. അപ്പോൾ ഈ രണ്ട് സെയിം മെട്രിക്സ് അല്ലേ? അതാണ് സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ട്രാൻസ്പോസ് എന്താ? ഈ റോ കോളം 0 1 ഈ റോ കോളം. അപ്പം നോക്കി ഇത് കണ്ടോ, ഇതേ ഇൻറ്റു -1 ചെയ്യുമ്പോഴല്ലേ ഇത് വരുന്നത്. 0 ഇൻറ്റു -1 0, 1 ഇൻറ്റു -1 -1, -1 ഇൻറ്റു -1 1 0. അപ്പം നോക്കി, അപ്പോൾ എ ട്രാൻസ്പോസ് ഈസിക്കൽ -A ആണ്. അതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കും. ആ കാര്യം ഓർക്കണം. ഇനി ഏതൊരു മെട്രിക്സ് തന്നാലും നമുക്കതിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഏതൊരു മെട്രിക്സ് തന്നാലും നമുക്ക് ആ മെട്രിക്സിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് 1 0 4 2 ഈ ഒരു മെട്രിക്സ്. അപ്പോൾ ഇതിനെ നമുക്ക് സിമെട്രിക്കിൻ്റെ സ്ക്യൂ സിമെട്രിക്കിൻ്റെ സമ്മായിട്ട് എഴുതാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ തന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ എ ട്രാൻസ്പോസ് ചെയ്ത് എ ട്രാൻസ്പോസ് എന്ത് റോ കോളം. അപ്പം 1 0 4 2. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. എ പ്ലസ് എ ട്രാൻസ്പോസ്. അപ്പോൾ എന്ത് കിട്ടും? 1 + 1 2, 0 + 4 4, 4 + 0 4, 2 + 2 4. ഇനി ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കും. ഇപ്പം എന്താ 1/2. ഇതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 1 2 2 2. ഇനി മൈനസ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്താണ്? 1 - 1 0, 0 - 4 -4, 4 - 0 4, 2 - 2 0. ഇതിൻ്റെ പകുതി കണ്ടുപിടിക്കും. എന്താ കിട്ടും? 0 - 2 2 0. ഇപ്പം നോക്കിക്കേ, ഇത് സിമെട്രിക് മെട്രിക്സ് അല്ലേ? 1 2 2 2 കണ്ടോ? സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് സ്ക്യൂ സിമെട്രിക് അല്ലേ? -2 2 ഡയഗണൽ 0. ഇപ്പം നോക്കിയേ, ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമെട്രിക് മെട്രിക്സ് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എടുക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ സം ചെയ്യുമ്പോൾ എ കിട്ടണം. നോക്കിയേ, ഇത് ചെയ്യുമ്പോൾ എന്തുവാ? 1/2 വരും. 1/2 എന്ന് വെച്ചാൽ A/2 പ്ലസ് എ ട്രാൻസ്പോസ് ബൈ 2 പ്ലസ് ഇത് ചെയ്യുമ്പോഴോ A/2 മൈനസ് എ ട്രാൻസ്പോസ് ബൈ 2. ഇത് വെട്ടിപ്പോവും. A/2 പ്ലസ് A/2 എന്ത്? എ. അപ്പം നമുക്കൊരു മെട്രിക്സ് തന്നാൽ അതൊരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ സാധിക്കും.